സഹൃദയ കലാസ്നേഹികളെ, ഞാൻ ആക്ച്വലി നിങ്ങളുടെ അടുത്ത് ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് പൊക്കോളാം. സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്, എൻ്റെ റോസ്റ്റ് വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതുപോലെ പുതിയതായിട്ട് ചാനലിൽ വരുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളും ശ്രദ്ധിക്കൂ. റോസ്റ്റ് ആക്ച്വലി നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടായിരിക്കും. ഇപ്പം ഒരുപാട് റോസ്റ്റേഴ്സ് ഉണ്ട്, മൂവി റോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, പല പല കണ്ടന്റ്സ് റോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ട്രോൾ ചാനൽസ് ഒക്കെ ഉണ്ട്. നിലവിൽ നിങ്ങൾ റോസ്റ്റ് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ റീലോഡ് റോസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കട്ടായെന്നും പുള്ളി കുറച്ച് നാളത്തേക്ക് ഒരു ഗ്യാപ്പ് എടുക്കുകയാണെന്നും പറഞ്ഞൊരു പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഞാൻ ഒരു റോസ്റ്റർ ആയതുകൊണ്ട് മൂവിയെ റോസ്റ്റ് ചെയ്യും, രക്ഷല് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നിങ്ങളടുത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. സോ റോസ്റ്റേഴ്സിന്റെ ഭാവി ഭയങ്കര പ്രശ്നത്തിലാണെന്ന് ഒരു ന്യൂസ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല, എന്നാൽ അങ്ങനെ വ്യക്തമായ ഒരു അവസ്ഥയുണ്ട്. യൂട്യൂബിന്റെ പോളിസിയിൽ വന്നൊരു ചേഞ്ച്. യൂട്യൂബ് കുറച്ചുകൂടി ഒരു പോളിസി സ്ട്രിക്റ്റ് ആക്കി. നേരത്തെ തന്നെ ഉള്ളൊരു പോളിസിയാണ് ഫെയർ യൂസ്, പ്രീ യൂസ് എന്നൊക്കെ പറഞ്ഞ നമ്മളൊരു പോളിസീസ് ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് നമ്മൾ ഒരു സിനിമ എടുത്തിട്ട് വേറൊരു പ്രൊഡക്റ്റിനെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ രീതിയിൽ റോസ്റ്റ് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും. മോണിറ്റൈസേഷൻ ഇൻ ദ സെൻസ് നമുക്ക് അതിനകത്ത് ഏർണിങ്സ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ റീലോഡിന്റെ കേസിൽ അതിലെന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഞാൻ പേഴ്സണലി എനിക്ക് അറിയില്ല, ബട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട അറിവ് വെച്ച് പറയുന്നതാണ്. അപ്പോൾ എന്തോ പ്രശ്നം വന്ന് പുള്ളിക്ക് തൽക്കാലം ഒരു ലീവ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതോടനുബന്ധിച്ച് വേറെ ഒന്ന് രണ്ട് ചാനൽസ് ഒക്കെ ഇതേ സെയിം ഇഷ്യൂ ഫേസ് ചെയ്യുകയും അവരും കുറച്ചൊന്ന് ബാക്ക് ഔട്ട് ചെയ്ത് നിൽക്കുകയാണ്. ലൈക്ക് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ്ലി അവരൊന്നും പോയതായിട്ടല്ല ഞാൻ അറിയുന്നത്, ബട്ട് അവരൊന്ന് പ്രിക്കോഷൻ എടുത്ത് നിൽക്കുന്നതാണ്. കാരണം അത് ഇപ്പം ഇനോവേറ്റബിൾ ആണ്, അവർക്ക് അത് ചെയ്യേണ്ട അവസ്ഥയിൽ അവർ എത്തിയതാണ്. സോ ഞാൻ രണ്ട് കാര്യം, ഇത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. ഇപ്പോഴും യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു കരിയർ ആയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ അഫ്കോഴ്സ് ദേ ആർ പോപ്പുലർ, അവർക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ കിട്ടുന്നുണ്ട് ഇപ്പം, ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ. പക്ഷേ അതിന്റെ പുറകിലുള്ള മിഡിലിൽ നിൽക്കുന്ന കുറച്ച് ക്രിയേറ്റേഴ്സ് ഉണ്ട്. തീരെ സ്റ്റാർട്ടിങ് ബഡ്ഡിംഗ് ആയിട്ട് നിൽക്കുന്ന ക്രിയേറ്റേഴ്സ്, ഒരു മിഡിൽ ലെവലിലാണ് ഒക്കെ ചെയ്യുന്ന ക്രിയേറ്റേഴ്സ്, ഭയങ്കര പോപ്പുലർ ആയ ക്രിയേറ്റേഴ്സ്. ഇതിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിന് ആക്ച്വലി നല്ല ഏർണിങ്സ് ഒക്കെ ഉണ്ട്. അവർ ഒരുവിധം സെറ്റായ ആൾക്കാരായിരിക്കും. മിഡിൽ ലെവലിൽ മന്ത്ലി അവർക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ആവറേജ് ഇൻകം എടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടന്നുള്ള പൈസ കിട്ടുന്നുണ്ട്. നീ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോൾ ആർക്കും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് പറയുന്ന തലത്തിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ. അമ്മാതിരിയുള്ള കുറെ ആൾക്കാരുണ്ട്. അവർ വളർന്നു വരും, വലിയ യൂട്യൂബേഴ്സ് ആവാൻ, ചിലർ നിർത്തി പോകാം. അപ്പം ഞാൻ പറഞ്ഞത് യൂട്യൂബേഴ്സിന് ഒരു കരിയർ ആയിട്ട്, യൂട്യൂബ് ഒരു കരിയർ ആയിട്ടും അതിൽ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടത്ര ഒരു സാധനം കിട്ടാറില്ല. അതൊരു പരമമായ സത്യമാണ്. ആരും അതിനെ അംഗീകരിക്കാറില്ല. ഒന്നീ സർക്കാർ ജോലി, ഇല്ലെങ്കിൽ പഠിച്ചൊരു ജോലി, ഇങ്ങനെ പല പല കാര്യങ്ങളെ പറ്റിയായിരിക്കും. അതായിരിക്കും ഒരു ജോലി, ഒരു പ്രൊഫഷനായിട്ട് ആൾക്കാർ കണ്ടു വയ്ക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എന്താ മോനെ പണി, അമ്മ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ഇറങ്ങണതായ എന്ന് പറയുള്ളൂ. ആ ഒരു ലെവലിലാണ് ഇപ്പോഴും നിലവിലുള്ളത്. അൺലെസ് യു ആർ എ പോപ്പുലർ യൂട്യൂബർ, നിങ്ങൾക്ക് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം, നിങ്ങൾ നല്ലപോലെ ഏൺ ചെയ്യുന്ന ഒരാളാണെന്ന്, അത്രയും വലിയ പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ അവർ ഓക്കെ കുഴപ്പമില്ല എന്ന് ചിന്തിക്കാം. ഞാൻ പറഞ്ഞത് ഒരു മാസം ഒരു മീഡിയം ലെവലിലൊക്കെ ഇൻകം എടുക്കുന്ന ഒരു വ്യക്തി, ചില വലിയ പോപ്പുലർ ആകാത്ത ചാനൽസ് ഒക്കെ ഉണ്ട് കേട്ടോ, അവരൊക്കെ അത്യാവശ്യം ഇൻകം എടുക്കുന്നുണ്ടായിരിക്കാം. ഫേസ് റിവീൽ ചെയ്യാത്ത ഒരുപാട് ചാനലുണ്ട്, അവർ നല്ല ഇൻകം എടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അവർക്കൊന്നും ഒരു കരിയർ ആണെന്ന് ഇത് പറയാൻ പറ്റില്ല. ഇത് നിലവിൽ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ സൊസൈറ്റിയിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സ്ട്രീമേഴ്സിനെ പോലത്തെ തൊപ്പി, അങ്ങനത്തെ കുറച്ച് ഗെയിമേഴ്സ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ അവർ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പൊതുവിലൊരു മോശം അഭിപ്രായമാണ് ചില യൂട്യൂബേഴ്സിനെ പറ്റി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി പറ്റി ഉള്ളത്. എന്നാൽ നല്ലപോലെ കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരും ഇത് മനസ്സിലാക്കുന്ന, യൂട്യൂബിലെ സാധ്യതകൾ മനസ്സിലാക്കുന്ന ആൾക്കാർ ആക്ച്വലി ഇതിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം, ഒന്നാമത് ഇതിന്റെ പുറകിലുള്ള എഫേർട്ടിനെ ആരും മാനിക്കാറില്ല. കാരണം യൂട്യൂബർ ഒരു ഈസി പരിപാടിയാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതലൊന്നും ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവരും അങ്ങനെയല്ല. അപ്പം ഇതിന്റെ പുറകിൽ മെനക്കെട്ട് ഇരുന്ന് ബുദ്ധിമുട്ടി ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മളത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്ന് ഇത് കോപ്പറേറ്റ് ക്ലെയിമോ അല്ലെങ്കിൽ സ്ട്രൈക്ക് അടിച്ച് പോകും. ഞാൻ പറഞ്ഞ റോസ്റ്റേഴ്സിന്റെ കാര്യമാണ്. അല്ലാതെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഈ ഫാമിലി വ്ളോഗ്സ്, ഓൺ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഫുഡ് വ്ളോഗ്സ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ടീമുകൾക്കൊന്നും ഈ പ്രശ്നം വരാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ പാട്ടിലൊക്കെ ചിലപ്പോൾ മ്യൂസിക്കിലൊക്കെ ക്ലെയിം വരാറേ ഉള്ളൂ. ബട്ട് ഒരു സിനിമ അങ്ങനെയല്ല. സിനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ 2 മണിക്കൂർ കാണണം, റിപ്പീറ്റ് ആയിട്ട് കാണണം, കണ്ടന്റ്സ് ഉണ്ടാക്കണം, അത് കട്ട് ചെയ്യണം, ഷ്രിങ്ക് ചെയ്യണം. അതിലെ ഫ്രെയിംസ് ആക്ച്വലി നമുക്ക് കണ്ടിന്യൂ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ സ്ട്രൈക്ക് കിട്ടും, അതിൽ ക്ലെയിം കിട്ടും. പാട്ട് യൂസ് ചെയ്യുമ്പോൾ പാട്ട് സെലക്ട് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കി ഒരു 2-3 ദിവസമൊക്കെ മെനക്കെട്ടാണ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇടുന്നത്. അപ്പം ഇതിനേക്കാളും വലിയ എഫോർട്ട് എടുത്താണ് ഒരു സിനിമ മേക്ക് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ശരിയാണ്. പക്ഷെ നമ്മളൊരു ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ അത് നമ്മൾ ചുരുക്കി ഇവിടെ ചെയ്യുമ്പോൾ അതിനൊരു ടൈം, ആ കഷ്ടപ്പെടുന്നതിന്റെ റെമ്യൂണറേഷൻ നമുക്ക് കിട്ടാതാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. റീലോഡിന് ആക്ച്വലി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, പുള്ളിയാണ് ആദ്യത്തെ, എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് എല്ലാവർക്കും അറിയാവുന്ന റോസ്റ്റേഴ്സിൽ ഒരാൾ റീലോഡ് ആയിരിക്കണം. ബാക്കിയുള്ളവരെ അറിഞ്ഞോടൊന്നല്ല, പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഈ ചാനൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പുള്ളി ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു, പുള്ളി ഒരുപാട് റൊട്ടീനൊക്കെ ഭയങ്കര ടൈം മാനേജ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഭയങ്കര സെറ്റപ്പ് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചാനൽ പോകുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാക്കണം. ഞാൻ ഇത് ഫേസ് ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ എൻ്റെ ചാനലിൽ അത്യാവശ്യം നന്നായിട്ട് ഏൺ ചെയ്തിട്ടുണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു ഫുഡ് റോസ്റ്റ് ചാനലുണ്ട്. പെട്ടെന്ന് സുപ്രഭാതത്തിൽ ചാനൽ അടിച്ച് പോയത് 3 ചാനൽ ഒരു സമയം പോയി. കാരണം യൂട്യൂബിൽ ഒരു പോളിസി ഉണ്ട്, ഒരു ചാനലിൽ സ്ട്രൈക്ക് കയറി കഴിഞ്ഞാൽ ബാക്കി അസോസിയേറ്റ് ഉള്ള ചാനൽസ് എല്ലാം പോകും. അപ്പോൾ അന്നേരം എനിക്കത് അറിയില്ലായിരുന്നു. അത് പോയിട്ട് ഒരു 1.5 വർഷത്തോളം എനിക്ക് ചാനൽ കാണുന്നത്. പിന്നെ എൻ്റെ മെയിൻ ഇൻകം സോഴ്സ് അതല്ലാതിരുന്നത് കൊണ്ട് ഞാൻ അന്നത് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പിന്നീട് റിക്കവർ എടുത്തു. ബട്ട് ഇപ്പോൾ നിലവിൽ ഞാൻ ഇതും എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇൻകം സോഴ്സ് ആണ് യൂട്യൂബ്. സോ അപ്പോൾ അതിനെ കീപ്പ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. ഇനി ഞാൻ മെയിൻ വിഷയത്തിലോട്ട് വരാം. ഈ റോസ്റ്റിംഗ് ചാനൽസിന് ആക്ച്വലി കണ്ടന്റ് ക്രിയേഷൻസ് ചെയ്യുമ്പോൾ റീയൂസ്ഡ് പോളിസി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതായത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് യൂട്യൂബ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ AI വന്നതോടുകൂടി യൂട്യൂബ് ഈ ചാനലെല്ലാം വീണ്ടും പരിശോധിക്കും. പലത് ഒരുമിച്ചല്ല, പല സമയങ്ങളിലായിട്ട് പല രീതിയിൽ പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതിനകത്ത് അവർക്ക് ഈ കണ്ടന്റ്സ് മാനിപ്പുലേഷൻ ഒന്നും ഇല്ലാതെ സ്വന്തമായിട്ട് നമ്മൾ ക്രിയേറ്റിവിറ്റി ഒന്നും ആഡ് ചെയ്യാതെ വെറുതെ കണ്ടന്റ്സ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ
ചാനലിൻ്റെ മോണിറ്റൈസേഷൻ അവർ കട്ട് ചെയ്യും. പക്ഷേ നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള അവകാശമുണ്ട്, അവർക്ക് നമുക്ക് അപ്പീൽ ചെയ്യാൻ പറ്റും. അത് അപ്പീൽ ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളുണ്ട്. അത് അറിയാവുന്നവരെ കൊണ്ട് അത് അപ്പീൽ ചെയ്ത് എടുക്കാനും ഒക്കെ പറ്റും. ചിലത് കിട്ടിയില്ലെന്നും വരാം, മനസ്സിലായ. അപ്പം നമുക്ക് ഒരു 50-50 ചാൻസ് മാത്രമേ ഉള്ളൂ. ഇതിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ബാക്കിയുള്ള നമ്മുടെ പോലത്തെ എല്ലാ റോസ്റ്റേഴ്സും പാനിക്കായിട്ടുണ്ട് ഈ വിഷയം അറിഞ്ഞതിന് ശേഷം. അവർക്കെല്ലാം ഒരു കൺസേണിലുമാണ്. എപ്പോഴെങ്കിലും പോവാം, എപ്പോഴും വേണമെങ്കിലും പോവാം. നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ടൊരു സാധനം ചെയ്യുമ്പോൾ ചിലപ്പോൾ ജോലിയുള്ളവരായിരിക്കും, അവരെൻ്റെ സൈഡിൽ കൂടെ വന്ന് കണ്ടുപിടിച്ച് സമയം കണ്ടെത്തി ഇവർ ചെയ്യുന്നതായിരിക്കും. ചില ഫുൾ ടൈം ഇത് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പം ഇവർക്കൊക്കെ ഈ പാനിക് ഉണ്ടായി. അതായത് റീയൂസ്ഡ് കണ്ടന്റ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ട്രോളേഴ്സ് ഉണ്ടാവും, ട്രോളേഴ്സ് എടുക്കുന്ന സാധനങ്ങൾ റീയൂസ്ഡ് കണ്ടന്റിൽ പെടും. വേണമെങ്കിൽ അവർക്ക് എടുക്കാം. കോപ്പിറൈറ്റ് സ്ട്രൈക്കിന്റെ കാര്യം വേറെ. പ്രധാനപ്പെട്ട മൂവി റോസ്റ്റ് ആണ്. മൂവി റിവ്യൂ ഓൾറെഡി ഒരു പ്രതിസന്ധിയിൽ ലൈക്ക് അവർ സിനിമാക്കാർക്ക് കോക്കിനെ പോലത്തെ ആൾക്കാരോടൊക്കെ ഒരു ദേഷ്യമുണ്ട്. ബട്ട് അതിന് യൂട്യൂബിന് പ്രശ്നമില്ല. യൂട്യൂബിനകത്ത് അങ്ങനെ ഒരു സ്ട്രൈക്കും അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവർക്ക് ഡയറക്റ്റ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിക്കാൻ പറ്റും. ഒരു പോസ്റ്ററൊക്കെ വെച്ചാലോ അങ്ങനെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവർക്ക് കേസ് കൊടുക്കാം. ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അല്ല യൂട്യൂബ് റിമൂവ് ഇല്ല. ബട്ട് ഇത് അങ്ങനെയല്ല. ഇത് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് വയലേഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് തന്നെ ഈ ചാനലിന്റെ മോണിറ്റൈസേഷൻ കട്ട് ചെയ്യുമോ, മേ ബി ചാനൽ തന്നെ റിമൂവ് ചെയ്ത് കളയാനുള്ള സാധ്യത കൂടുതലാണ്. റോസ്റ്റിംഗ് ചാനൽസിന്റെയൊക്കെ നിലനിൽപ്പിന് ഒരു ഭീഷണി ഉണ്ടെന്നുള്ള സത്യമാണ്. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇനി ഈ റോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാക്കി വന്നിട്ട് കാര്യങ്ങൾ പറയുന്നതാണ്. നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി 1-2 വീഡിയോസിലല്ല ഇവരിത് കാൽക്കുലേറ്റ് എടുക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ഫേസ് ആക്ച്വലി റോസ്റ്റ് ചെയ്യുന്ന വീഡിയോക്കകത്ത് വേണം. അപ്പോൾ ഞാൻ ഫേസ് കാണിച്ച് ചെയ്യുന്ന ക്രിയേറ്റർ അല്ല, റോസ്റ്റ് ചെയ്യുന്ന സാധനം. പക്ഷേ ഞാൻ മൂവി റിവ്യൂസ് ഒക്കെ എൻ്റെ ഷോർട്സിനകത്ത് ഇടാറുണ്ട്. അല്ലാതെ 1-2 വീഡിയോസ് ഞാൻ ഫേസ് കാണിച്ച് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞ കോപ്പിറൈറ്റ് സ്ട്രൈക്കിന്റെ കാര്യമല്ല. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ആർക്കും എങ്ങനെ വേണമെങ്കിലും അടിക്കാം. മൂവിയിലെ ക്രിയേറ്റേഴ്സിന്, ഒറിജിനൽ ക്രിയേറ്റേഴ്സിന് അവർക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. കണ്ടന്റ് ഡിറ്റക്ട് ചെയ്തിട്ട് ഒരേ പാറ്റേണിൽ ഒരേ രീതിയിൽ തന്നെ ഇങ്ങനെ മീംസ് മാത്രം ഇട്ട് നമ്മൾ പുതിയ രീതിയിലുള്ള മാനിപ്പുലേഷൻസ്, എഡിറ്റിങ്സോ, കട്ട്, ട്രാൻസിഷൻസ്, മീംസ് ഇതൊന്നും ഇല്ലാതെ നമ്മുടെ കോൺട്രിബ്യൂഷനൊക്കെ കുറവായിട്ടുള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ റീയൂസ്ഡ് പോളിസിയിൽ വന്നിട്ട് ഉറപ്പായും ആ ചാനലിനെ അവർ മോണിറ്റൈസേഷൻ കട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബട്ട് അതിലൊരു സാധ്യതയുണ്ട്. നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. കൃത്യമായ ക്ലെയിമിൻ്റെ അപ്പീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കാം. ഇത് ഞാൻ പറയാൻ കാരണം എൻ്റെ ചാനലിനകത്ത് ആക്ച്വലി ഞാൻ ഫുഡ് റോസ്റ്റിനകത്ത് ഇഷ്ടംപോലെ ക്ലെയിംസും കോപ്പിറൈറ്റ് സ്ട്രൈക്സും വരുന്നതാണ്. ഫെയർ ആയിട്ടുള്ള റീസൺസ് വെച്ചിട്ട് ക്ലെയിംസ് ഒക്കെ റിമൂവ് ചെയ്യാറുണ്ട്. അല്ലാത്ത ക്ലെയിംസ് കിടക്കാറുണ്ട് കേട്ടോ. സ്ട്രൈക്ക് വയലേഷൻസ് ഒക്കെ എൻ്റെ ചാനലിൽ കിടക്കാറുണ്ട്. ബട്ട് ഞാനത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നതാണ്. എന്നെക്കാളും കൂടുതലിനെ പറ്റി അറിയുന്ന ഒരുപാട് പേര് വെളിയിലുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് കേട്ടോ. നമ്മൾ മാക്സിമം നമ്മളെ കണ്ടന്റിനകത്ത് മീംസും അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളും പ്ലസ് ഫേസ് കാണിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഫേസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രശ്നം വരില്ല. ഞാൻ ചെയ്യുന്ന വീഡിയോസിന് ആക്ച്വലി ഫേസ് ഇല്ല, പക്ഷേ എനിക്കും ആ റിസ്ക് നിൽപ്പുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ ചാനലിനകത്ത് ഞാനൊരു റിയൽ പേഴ്സൺ ആണ്, ഈ വീഡിയോയുടെ ഓണർ റിയൽ പേഴ്സൺ ആണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ഒന്നിനു വേണ്ടി എൻ്റെ അങ്ങനത്തെ സംഭവം എൻ്റെ ചാനലിനകത്ത് ഉണ്ട്. ഞാൻ അങ്ങനത്തെ വീഡിയോസ് ആണ് ചെയ്യുന്നതും ഇപ്പോൾ ഷോർട്സിനകത്തും അങ്ങനെ സാധനം ഉണ്ട്. അതുകൊണ്ട് മാത്രം ഇൻ കേസ് വന്നാലും ഞാൻ വിചാരിക്കുന്നത് എനിക്ക് മേ ബി ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ അതല്ലാതെ ഇതിക്ക് ഇനി അങ്ങനെയുള്ള ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഫേസ് കാണിച്ചുള്ള വീഡിയോസ് ഫേസ് ഉള്ളത് ചെയ്യുന്നതായിരിക്കും വൃത്തി. അതല്ലാത്ത പക്ഷം ഇന്നല്ലെങ്കിൽ നാളെ മേ ബി നമുക്ക് ഈ പണി കിട്ടാം. ഈ പറയുന്നത് എനിക്കും കിട്ടാം. ഞാനും ഇത് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. നിലവിൽ അങ്ങനെ ഒരു ഭീഷണി ഞാൻ ഫേസ് ചെയ്യുന്നില്ലെന്നാണ്. ബട്ട് എന്നാൽ പോലും ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ട് ഒരു സാധനം ഒരു ചാനൽ തുടങ്ങാനാണ് ഞാൻ വിചാരിച്ചത് ആദ്യം. അപ്പോൾ സ്പോട്ടിഫൈ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിഫൈക്കകത്ത് ഏണിങ്സ് ഒന്നും ഇല്ല കേട്ടോ. അത് ഇന്ത്യയിൽ ഏണിങ്സ് ഒന്നും കിട്ടത്തില്ല. വേറെ രീതിയിലാണ് ഏണിങ്സ് കിട്ടുന്നത്. നമുക്ക് ഈ യൂട്യൂബിൽ കിട്ടുന്ന കണക്ക് ഏണിങ്സ് ഒന്നുമില്ല. ഞാൻ സ്പോട്ടിഫൈയിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ സ്പോട്ടിഫൈ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുന്നതോ അല്ലെങ്കിൽ ക്ലെയിം വന്നിട്ടതോ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം വീഡിയോ ആയിട്ട് തന്നെ ഞാൻ യൂട്യൂബിൽ നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പോട്ടിഫൈയിൽ കയറിയ തരകൻ എഫക്റ്റ് അടിച്ചോലെ കിട്ടും. അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിലവിൽ 1-2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോയി വീഡിയോസ് കാണാം. എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ ക്ലെയിമോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയിക്കാം. സ്പോട്ടിഫൈ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്. കാര്യം ഞാൻ യൂട്യൂബിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയതുകൊണ്ട് വീണ്ടും അത് പോകാമെന്നുള്ളതല്ലാതെ ഞാൻ ഒരു ചാനലോടെ തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങൾ അറിയിക്കും ഉറപ്പായിട്ടും. നിലവിൽ 2-3 ചാനൽ ഉള്ളതുകൊണ്ട് എനിക്ക് ഇനി ഒരു ചാനൽ തുടങ്ങാൻ വയ്യ. അതുകൊണ്ട് മടി പിടിച്ചിരിക്കുകയാണ്. അത് മാനേജ് ചെയ്യണമല്ലോ. അപ്പോൾ അതിൽ വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ നിർബന്ധനാകും. അപ്പോൾ ഇതാകുമ്പോൾ ഇടുന്ന വീഡിയോസ് അടിച്ചു പോകുന്ന വീഡിയോസൊക്കെ ഞാൻ അടുത്ത് അതിലോട്ട് ഇടും. നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്പോട്ടിഫൈയിൽ കാണാം. അതിനകത്ത് ഞാൻ ഫുഡ് റോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ മറ്റേ ചാനലിലുള്ള ഫുഡ് റോസ്റ്റിംഗ് വീഡിയോസ് എല്ലാം അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഫുഡ് റോസ്റ്റും ഈ പറയുന്ന നമ്മുടെ ഈ സാധനവും മൂവി റോസ്റ്റും അവിടെ ഇട്ടുണ്ട്. എനിക്കറിയാം ഓഡിയൻസ് വളരെ കുറവാണെന്ന്. ബട്ട് എനിക്കൊരു ബാക്കപ്പായിട്ട് എൻ്റെ കണ്ടന്റ് പോകാതിരിക്കാനൊക്കെ ആയിട്ട് ഞാൻ ആ ചാനൽ അവിടെ അപ്ലോഡ് ചെയ്യുന്നു. എനിക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നു. നിലവിൽ ഇങ്ങനെ ഒരു ഭീഷണി ഉള്ളത് സത്യമാണ്. റോസ്റ്റേഴ്സിനെ നിങ്ങൾ റോസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇനിയും ബാക്കപ്പ് ചാനലൊക്കെ ഏതെങ്കിലും റോസ്റ്റേഴ്സ് തുടങ്ങിയെന്ന് പറയുകയാണെങ്കിൽ ദയവ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പാടുണ്ട്. നല്ല പണിയാണ്. ഈസി അല്ല. നിങ്ങളെ ചിരിപ്പിക്കുക എന്നുള്ളതും നമ്മൾ സ്വയം ചിരിക്കണം. നിങ്ങളെ ചിരിപ്പിക്കണം, ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെടുത്തണം. ഭയങ്കര പാടാണ് ഗൈസ്. റോസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. നമുക്ക് ഒരുപാട് വീഡിയോസ് അങ്ങനെ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് നല്ലൊരു സിനിമ കിട്ടണം ആദ്യമായിട്ട്. ആ സിനിമ എടുത്ത് നമ്മൾ കണ്ട് പിന്നെ അതിൽ നമ്മൾ കണ്ടൻസ് എടുത്ത് എഴുതിയൊക്കെ ഒത്തിരി മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ ആ ഓരോ റോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കും യൂണീക്കായിട്ട് ഓരോ സ്റ്റൈൽ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ അത് ചെയ്ത് ഫലിപ്പിക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കണമല്ലോ. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നത്, സബ് ചെയ്യുന്നതും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ഇതൊരു സപ്പോർട്ടിനും സഹായത്തിൻ്റെയും അഭ്യർത്ഥന കൂടിയാണ്. യൂട്യൂബിൽ റോസ്റ്റേഴ്സും അങ്ങനത്തെ എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ട്രോളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരൊരു ഭീഷണി നേരിടുന്നുണ്ട്. എനിക്കിതൊരു റോസ്റ്റിലൊരു ബാക്കപ്പ് ചാനൽ ഇല്ല. ബട്ട് ഞാനത് ആരംഭിക്കും എന്തായാലും. നിലവിൽ ഇപ്പോൾ സ്പോട്ടിഫൈ ആണ്. നിങ്ങൾക്ക് സ്പോട്ടിഫൈയിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചാൽ വളരെ ഉപകാരമായിരിക്കും. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. വളരെ നന്ദി. നമുക്ക് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.